ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ തൻ്റെ മനസ്സിലെ പദ്ധതിയെക്കുറിച്ച് കരുണയോട് തുറന്നു പറയുന്നു. നമുക്ക് ഗുണമുള്ള കാര്യത്തിനാണ് അവർ വന്നിരിക്കുന്നത്. അമ്മയുടെ മാറ്റം നീ കണ്ടല്ലോ. ഇപ്പോൾ അയാളുടെ ടേസ്റ്റിനനുസരിച്ചാണ് അമ്മ ഫുഡ് പോലും ഉണ്ടാക്കുന്നത്. അയാളോട് സ്നേഹം നടിച്ച് ആ ഫുഡിൽ അമ്മ വിഷം കലർത്തിയിരുന്നെങ്കിൽ എനിക്ക് അമ്മയോടുള്ള സ്നേഹം കൂടിയേനെ. ഇനി നിൻ്റെ ചേച്ചി മടങ്ങി വന്നു കഴിഞ്ഞാൽ അവളോടും കുഞ്ഞിനോടും സ്നേഹിക്കുന്ന അമ്മയായിരിക്കും നീ കാണുക. മഞ്ജു സാഗറിനെ കൂട്ടിക്കൊണ്ടു വന്നാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ പുറംപോക്കുകാരായി. അത് ഒഴിവാക്കാനാണ് എൻ്റെ ഈ തീരുമാനം. സിയിൽ നിന്നും വരുന്ന വിഷവാതകം ശ്വസിച്ച് ഈ വീട്ടിലെ വലിയേട്ടൻ തീരണം എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ കരുണയ്ക്കും അത് കേട്ട് സന്തോഷമാവുന്നുണ്ട്. മുറിയിൽ കയറി നീ എങ്ങാനും സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണേട്ടന് പകരം നീ മരിക്കുമെന്നും ഉണ്ണി മുന്നറിയിപ്പ് നൽകുന്നു. എനിക്ക് നല്ല പേടിയുണ്ടെന്ന് കരുണ പറയുമ്പോൾ എനിക്കൊരു പേടിയില്ല. തന്ത്രപരമായിട്ടാണ് ഞാൻ കണ്ണനെയും മഹാലക്ഷ്മിയും ഒഴിവാക്കും. നിൻ്റെ അച്ഛനും അമ്മാവനും മേക്കേട്ടനും കഴിയാത്തത് ഞാൻ ചെയ്യുമെന്നും തീർത്ത് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. പിന്നീട് ദുർഗയാണെങ്കിൽ കുഞ്ഞിനെയും കണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. ഇതേ സമയം ലേഖ മോശമായിട്ട് സംസാരിച്ചതിൽ അവളെ കുറ്റപ്പറയാൻ കഴിയില്ല എന്നും ആ കുഞ്ഞിനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയില്ല എന്നെല്ലാം അനന്തു പറയുമ്പോൾ എന്നെ വിശ്വസിക്കാത്തതിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം എൻ്റെ കഴിഞ്ഞകാല ജീവിതം അങ്ങനെ ആയിരുന്നല്ലോ എന്നെല്ലാം ദുർഗ പറയുമ്പോൾ എങ്കിൽ പിന്നെ നിങ്ങൾക്കത് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിച്ചൂടെ എന്ന് അനന്ത് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതിനൊന്നുമില്ല. ചെയ്തു പോയ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം പോലെയായിരിക്കും ഇനി എൻ്റെ ജീവിതം എന്ന് പറയുന്നുണ്ട് ദുർഗ. ഇതേ സമയം കണ്ണൻ വരുന്നു. കുഞ്ഞിനെ കണ്ടു എന്നും പക്ഷേ എടുത്തൊന്ന് കൊഞ്ചിക്കാൻ പറ്റിയില്ല എന്നെല്ലാം ദുർഗ പറയുമ്പോൾ ലേഖയുടെ പേടി കൊണ്ടാണ്. എനിക്ക് പോലും അമ്മയെ 100% വിശ്വാസം വന്നിട്ടില്ല. കഴിഞ്ഞകാല അനുഭവം അങ്ങനെ ആയിരുന്നല്ലോ എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. അതെനിക്കറിയാം. നൂലുകെട്ട് കഴിഞ്ഞ് മോനും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വരുന്നതിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണെന്നും എത്ര തവണ ഞാൻ എൻ്റെ മരുമകളെ ദ്രോഹിക്കാൻ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ 1000 ഇരട്ടി ഞാൻ അവളെ സ്നേഹിക്കുകയും പ്രസവ ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യും. അതാണ് എൻ്റെ ആഗ്രഹം എന്ന് ഉള്ളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ് ദുർഗ അവിടെ നിന്ന് പോകുന്നു. എന്തായാലും ദുർഗയുടെ ആ കണ്ണിൽ സത്യം ഉണ്ടെന്ന് തന്നെ കണ്ണന് തോന്നിപ്പോകുന്നുണ്ട്. ദുർഗ പോയതിന് ശേഷം നമ്മുടെ കഴിഞ്ഞകാല അനുഭവം വെച്ച് ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റില്ല എന്ന് അനന്ത് പറയുമ്പോൾ അമ്മയിൽ ഇനി ഒരു മാറ്റത്തിന് ചാൻസ് കുറവാണ്. അത്രത്തോളം അച്ഛൻ്റെ മരണം അമ്മയെ തളർത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കണ്ണൻ. മഹിയെയും കുഞ്ഞിനെയും നന്നായി നോക്കാം എന്നൊക്കെ പറയുന്നത് അവരുടെ അടവാണെങ്കിലോ ഉണ്ണിയുടെ വാക്ക് വിശ്വസിച്ചാണെങ്കിലോ ഇവരുടെ ഈ മാറ്റം അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം എന്നുള്ളൊരു ഡൗട്ടൊക്കെ അനന്ത് പറയുന്നുണ്ട്. മഞ്ജു പിണങ്ങിപ്പോയത് അമ്മയെ നല്ല പോലെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനിയും നന്നായിട്ടില്ലെങ്കിൽ അവരെ എല്ലാവരും തള്ളിക്കളയുമെന്ന് അമ്മയ്ക്ക് ബോധ്യമായിട്ടുണ്ട്. പിന്നെ കരുണയെയും ഉണ്ണിയെയും കുറിച്ചൊക്കെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. വയസ്സുകാലത്ത് അവർ കൂടെ ഉണ്ടാകില്ല എന്നും ആ കാര്യങ്ങളെല്ലാം അമ്മ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നും കണ്ണൻ പറയുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഈ മാറ്റത്തിൽ സംശയം തോന്നണ്ട. മാത്രമല്ല അച്ഛൻ്റെ ആത്മാവ് എല്ലാം കാണുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസവും അമ്മയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമ്മ 2 നേരവും അമ്പലങ്ങളിൽ പോകുന്നുണ്ട്. മാത്രമല്ല പൂജാമുറിയിൽ കയറി ഒരുപാട് നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെല്ലാം ദുർഗയുടെ മാറ്റം നല്ലതായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ് കണ്ണൻ അനന്തുവിനോട് പറയുന്നത്. പിന്നീട് കണ്ണനാണെങ്കിൽ മഹിയെയും കുഞ്ഞിനെയും കാണാനായിട്ട് മുറിയിലെത്തുന്നു. ഇതേ സമയം അവിടെ ലേഖയുണ്ട്. നീ അമ്മയോട് മോശമായിട്ട് സംസാരിച്ചു അല്ലേ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ അവർ മഹിയുടെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുത്തതുപോലും എനിക്കിഷ്ടമായിട്ടില്ല എന്ന് പറയുന്നുണ്ട് ലേഖ. മഹിയെയും കുഞ്ഞിനെയും ഇവിടെ നിന്നും അവിടേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനമെങ്കിൽ എനിക്ക് ടെൻഷൻ അടിക്കാൻ മാത്രമേ നേരം കാണൂ. അങ്ങനെയുള്ളവരാണല്ലോ കണ്ണേട്ടൻ്റെ വീട്ടിലുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ലേഖ തൻ്റെ ആശങ്കകളെല്ലാം പറയുന്നു. ശേഷം ഇവളിനെ കുഞ്ഞിനെ വിട്ടു തരുമെന്ന് എനിക്ക് അത്ര വിശ്വാസമില്ല എന്ന് കണ്ണൻ പറയുമ്പോൾ ആ ഒരു സംശയം എൻ്റെ മനസ്സിലും ഇല്ലാതില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹിയും. മറ്റാരേക്കാളും കുഞ്ഞിനെയും തന്നെയും നോക്കാനായിട്ട് ലേഖയ്ക്കും അനന്തുവിനെയും മാത്രമേ കഴിയൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ ഒരേ കോമ്പൗണ്ടിൽ തന്നെ വീട് പണിയണമെന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അമ്മ വന്നത് ലേഖയ്ക്കും അനന്തുവേട്ടനും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മഹി പറയുമ്പോൾ നമുക്ക് പോലും അമ്മയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അമ്മയുടെ മാറ്റത്തെ കുറിച്ചറിഞ്ഞപ്പോൾ തോമസ് സാറും മാർക്കോയും ഒക്കെ അത് തന്നെയാണ് പറഞ്ഞത്. നമ്മളവരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പുറകിൽ നിന്നായിരിക്കും ചതി വരുന്നത്. അത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്നും കണ്ണൻ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ കരുണയെ അമ്മ മരുമകളായിട്ട് ആ ഒരു ഇഷ്ടം പഴയതുപോലെ അമ്മയ്ക്ക് ഇല്ല എന്നും ഉണ്ണിയെയും വലിയൊരു മൈൻഡില്ല. എൻ്റെ ഇഷ്ടത്തിനാണ് അമ്മ ഇപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു തരുന്നത്. അച്ഛനെ കൊന്ന പ്രതാപനോട് ഉണ്ണിക്ക് വെറുപ്പില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നല്ല നീരസം ഉണ്ടെന്നും കണ്ണൻ പറയുന്നു.
ഞാനിവിടെ നിന്നും കുഞ്ഞിനെയും കൊണ്ടുപോകുന്നത് ലേഖയ്ക്ക് ഒരിക്കലും സഹിക്കാനായിട്ട് പറ്റില്ല എന്ന് മഹി പറയുമ്പോൾ അനന്തവും ലേഖയും നമുക്ക് വേണ്ടിയിട്ടാണ് നാട്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ ചെയ്യരുതെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. തുടർന്ന് താൻ താഴെ വീണ് വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ കരുണയ്ക്കും ഉണ്ണിക്കും ഒപ്പം നിന്ന് കുഞ്ഞു പോകണം എന്ന് ആഗ്രഹിച്ച ആളാണ് അമ്മ. അങ്ങനെ ഒരാൾ മാറിക്കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനായിട്ട് ദിവസം കുറേ എടുക്കുമെന്നും കണ്ണൻ പറയുന്നുണ്ട്. ഇതേസമയം പരമനും ആ ടെക്നീഷ്യനും ആണെങ്കിൽ എല്ലാം സെറ്റാക്കി വരുന്നു. എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ആളായതുകൊണ്ട് തന്നെ ഞാൻ മിതമായിട്ടേ എല്ലാം ചെയ്തിട്ടുള്ളൂ എന്ന് ടെക്നീഷ്യൻ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട്. തുടർന്ന് ഇതിനു മുൻപും വിഷവാതകം ശ്വസിച്ച് ഇങ്ങനെ പലരും മരിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇതങ്ങനെയാണെന്നേ മറ്റുള്ളവർ കരുതൂ എന്നും ആ ടെക്നീഷ്യൻ പറയുന്നുണ്ട്. ശേഷം നിങ്ങൾക്ക് കഴിക്കാനുള്ള സ്നാക്സും ജ്യൂസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ഉണ്ണി പറയുമ്പോൾ ഞങ്ങൾക്ക് അതൊന്നും അല്ല വേണ്ടത്, തന്ന അഡ്വാൻസിന് പുറമെ 1/4 തുക കൂടി വേണമെന്നെല്ലാം പരമൻ ആവശ്യപ്പെടുമ്പോൾ പറഞ്ഞ പകുതി തുക 1/4 പങ്കില്ലെങ്കിലും പറഞ്ഞതിൻ്റെ പകുതി തുക ഉണ്ണി അവർക്ക് കൊടുക്കുന്നുണ്ട്. തുടർന്ന് അവർ ചില കാര്യങ്ങൾ ഉണ്ണിയെ പറഞ്ഞേൽപ്പിക്കുന്നു. അതായത് സംഭവം നടന്നു കഴിഞ്ഞാൽ പോലീസ് വരുമെന്നും ആ ഒരു സമയത്ത് സാറ് അവരുടെ മുന്നിൽ വിറയ്ക്കുകയൊന്നും ചെയ്യരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സംശയത്തിനിടയാകുമെന്നും പരമൻ പ്രത്യേകം പറയുന്നുണ്ട് ഉണ്ണിയോട്. 100-ൽ 110 സാറിന് റിസൾട്ട് കിട്ടാനായിട്ട് പോകുന്നത്. അയാൾ ശ്വാസം കിട്ടാതെ പിടയും, വെപ്രാളത്തിനിടയിൽ ചിലപ്പോൾ വീൽ ചെയർ പരതും, നേരെ താഴേക്ക് വീഴും, അവിടെ നിന്നും പിന്നെ എഴുന്നേൽക്കാൻ പറ്റില്ല എന്നും ടെക്നീഷ്യൻ ഉണ്ണിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഞ്ജുവും സാഗറും അമ്പലത്തിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നു. ഇതേസമയം കണ്ണൻ മഞ്ജുവിനെ വിളിക്കുന്നുണ്ട്. അമ്മ വന്നിരുന്നു എന്നും അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അമ്മയുടെ മാറ്റമൊക്കെ നമ്മൾ കുറേ കണ്ടതല്ലേ. തുടർന്ന് ഏട്ടത്തി എടുത്തിട്ടുണ്ടെങ്കിൽ ഫോൺ കൊടുക്കാൻ മഞ്ജു പറയുന്നുണ്ട് കണ്ണനോട്. ശേഷം കണ്ണുടച്ച അമ്മയെ വിശ്വസിക്കരുതെന്നും ഇത് അമ്മയുടെ പുതിയ അടവാണ്, ഇങ്ങനെ പല പല വേഷത്തിലും ഇനിയും അമ്മ അവിടെ വരും എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ പക്ഷെ അമ്മയുടെ അവസ്ഥ നല്ല ദയനീയമാണെന്നെല്ലാം മഹി പറയുമ്പോൾ ഇപ്പോഴത്തെ കണ്ണീര് വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത്, അതൊക്കെ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അതാണ് അമ്പലം ആണെന്ന് പോലും നോക്കാതെ ഞാൻ വായിൽ വരുന്നതെല്ലാം അമ്മയോട് വിളിച്ചു പറഞ്ഞതെന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. തുടർന്ന് നൂലുകെട്ട് കഴിഞ്ഞ് ഏട്ടത്തി കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ലേഖേച്ചിയുടെയും അനന്തുവേട്ടിനെയും വീട്ടിൽ കിട്ടുന്ന സമാധാനവും സന്തോഷവും വേറെ ഒരിടത്തു നിന്നും കിട്ടില്ല എന്നും മഞ്ജു പറയുന്നു. പിന്നീട് മഞ്ജു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെല്ലാം മഹി കണ്ണനെ അറിയിക്കുന്നുണ്ട്. ഇത് കേട്ട് ലേഖയും പറയുന്നുണ്ട് മഞ്ജു പറഞ്ഞത് തന്നെയാണ് ശരി, അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ അത് നീ മഹിയെയും കുഞ്ഞിനെയും പറഞ്ഞു വിടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയുന്നതല്ലേ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ സത്യമായിട്ടും അങ്ങനെയല്ല, കഴിഞ്ഞ കാല അനുഭവം വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ. കണ്ണേട്ടൻ്റെ വീട്ടിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് പേടിയാണ്. പ്രതാപനും വാമനും കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്ന കാര്യം എല്ലാവരും അറിഞ്ഞു, അതിനവർക്ക് ജയിൽ ശിക്ഷയും കിട്ടുന്നുണ്ട്. പക്ഷേ കണ്ണേട്ടൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടില്ലേ, ഒരാളുടെ ജീവിതത്തിന് പകരം വയ്ക്കാനായിട്ട് നമുക്ക് വേറൊന്നും കഴിയില്ല കണ്ണേട്ട. അതുകൊണ്ട് തന്നെ മോളെ പ്രസവിച്ചത് മഹിയാണ്, നിങ്ങൾ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അവിടെ വെച്ച് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അനുവാദം പോലും ചോദിക്കാതെ കുഞ്ഞിനെയും ഞാനും അനന്തേട്ടനും കൂടി എടുത്തുകൊണ്ട് വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ. പിന്നീട് മഞ്ജുവും ലേഖയും പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മഹി പറയുമ്പോൾ ഉണ്ണിയെയും കരുണയെയും അമ്മ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവരൊരിക്കലും അമ്മയെ വയസ്സുകാലത്ത് നോക്കില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അമ്മയുടെ മാറ്റത്തെ ഞാൻ അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം കണ്ണൻ പറയുമ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട് കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ മരണശേഷം വാമദേവനോടൊപ്പം ചേർന്ന് മരുന്ന് മാറ്റി തന്ന് കണ്ണേട്ടനെ തളർത്തിയിടാൻ ശ്രമിച്ച ആളാണ് അമ്മ, അത് നമ്മൾ മറന്നു പോകരുതെന്ന് മഹി പറയുമ്പോൾ സംശയത്തോടുകൂടി മഹിയെ നോക്കുന്ന കണ്ണനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്